അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, കുരുവട്ടൂരികൾ പച്ചക്കളവ് പറയുന്നവരാണ് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട വഹാബ് സഖാഫിയുടെ മേലിൽ, മമ്പാട് വഹാബ് ഉസ്താദിൻ്റെ പേരിൽ പച്ചക്കളവ് പറയുകയാണ് തൊഴിയൂർ കുഞ്ഞി മുഹമ്മദ് മൗലവി. അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പിന്തുണ അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഞങ്ങളെ പിന്തുണ ഏതൊക്കെ രൂപത്തിലാ അങ്ങനെ വ്യക്തമാക്കാൻ വേണ്ടി എന്തൊക്കെ രൂപത്തിലുള്ള പ്രകടന പരതയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയിരുന്നത്? എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? എല്ലാവർക്കും വളരെ വ്യക്തമായില്ലേ? അതാ അപ്പുറത്തുനിന്ന് നമ്മളെ പഴയ കൂട്ടുകാരൻ നമ്മളെ മമ്പാട് മുപ്പരവക ഒരു പ്രഖ്യാപനം, വലിയ പ്രതീക്ഷയിലാന്ന് പറഞ്ഞു. അസല് പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട വഹാബ് ഉസ്താദ് പറഞ്ഞു എന്ന് പച്ച നുണ പറയുകയാണ്. ബഹുമാനപ്പെട്ട വഹാബ് ഉസ്താദ് തന്നെ നമ്മോട് ഈ വിഷയം പ്രതികരിക്കും. ഉസ്താദിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അവഗണിക്കപ്പെടേണ്ട ഒരു സാധനം എന്നുള്ള നിലക്ക് നമ്മൾ മറുപടി പറയണില്ല എന്ന ഒറ്റ കാരണത്താൽ തൊള്ളിയിൽ വരുന്ന എന്തു നോണിയും ഫാത്തിഹ ഓതി ഔലിയാക്കളി ത്വരീഖത്തിന്റെയും പേരിൽ വിളിച്ചു പറയും. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നത് മുതൽ ഈ ദിവസം വരെ ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു പൊതു സംവിധാനത്തിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വിജയപ്രതീക്ഷ ഉണ്ട്, ജയിക്കും, ജയപ്രതീക്ഷ ഉണ്ട് എന്ന രീതിയിൽ പറഞ്ഞത് ഇവനെ എവിടുന്ന് കണ്ടതാണാവോ? എന്തൊരു നുണയാണ് ഈ പറയുന്നത്. ഇത്രയും വൃത്തികെട്ട രീതിയിൽ നുണ പറയാൻ ഈ അപാര തൊലിക്കട്ടി ഇവനൊക്കെ എവിടുന്ന് കിട്ടിയത്? എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാ? ഇതാണ് ഇപ്പൊ ഇവരൊക്കെ പറയുന്ന വലിയ വലിയ സംഗതികൾ. ഇനി രാഷ്ട്രീയപരമായും ജനാധിപത്യപരമായൊക്കെ ഒന്ന് വിലയിരുത്തി വെക്കുക നമ്മള്. അങ്ങനെ ഈ രാജ്യത്തൊരു പൗരൻ അയാള് സപ്പോർട്ട് ചെയ്യണ ഒരു പാർട്ടിക്ക് വിജയപ്രതീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം അവര് പിന്തുണ കൊടുക്കണ ഒരു സ്ഥാനാർത്ഥിക്ക് വിജയപ്രതീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞു, എന്നിട്ട് ആ സ്ഥാനാർത്ഥി തോറ്റു. എന്നപ്പോ എന്ത് ചുക്കുള്ളത്? ജനാധിപത്യത്തില് ഒരു സ്ഥാനാർത്ഥി ജയിക്കണിന് എന്തൊക്കെ ഘടകങ്ങളുണ്ട്? ഒരു സംഘടന, മതസംഘടന പിന്തുണച്ചൊരു സ്ഥാനാർത്ഥി തോറ്റു എന്ന് വന്നാല് അതിന്റെ അർത്ഥം എന്താ? ആ സംഘടനക്ക് അവിടെ യാതൊരു അവസരവും ചാൻസും സ്വാധീനം അല്ല എന്നാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും കേരളത്തിലെ ഏത് മതത്തിലായാലും വേണ്ടില്ല, ഒരു മതസംഘടനന്റെ മാത്രം പിന്തുണയിൽ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജയിക്കുമോ? യാതൊരു മതോ രാഷ്ട്രീയോ ഒരു ജനാധിപത്യ ബോധോ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാതെ പള്ളിയിൽ വരുന്നത് അങ്ങനെ ഈ തെരുവ് തല്ലാരെ മാതിരി വിളിച്ചു പോവുക.